സംസ്കാര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭാര്യയുടെ വിശദമായ മൊഴി എടുക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച് വലിയ മാനസിക പ്രയാസത്തിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് ഈ ഭാര്യയിൽ നിന്ന് ഇത് സംബന്ധിച്ച ഒരു വിശദമായ കാര്യങ്ങൾ ഇതുവരെ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളിൽ നിന്ന് ഈ പ്രാഥമികമായ കാര്യങ്ങളാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മക്കളുടെയും ഭാര്യയുടെയും മൊഴി ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വിശദമായി രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ഈ ഫോണിന്റെ പാസ്വേഡ് ലഭിക്കുകയാണെങ്കിൽ പോലീസിന് വളരെ എളുപ്പത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെല്ലാം തരത്തിൽ ഈ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ഏതെങ്കിലും തന്നെ ഭീഷണി വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റു ബന്ധുക്കളും സ്റ്റാഫ് അംഗങ്ങളും തന്നെ വലിയ ഭീഷണി നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഇദ്ദേഹത്തിന് സമാനമായ രീതിയിൽ കൊച്ചിയിൽ നിന്നുള്ള യൂണിറ്റ് വന്ന് റെയ്ഡ് നടത്തുകയും അത് ഈ നിയമവിരുദ്ധമായ റെയ്ഡാണ് നടത്തുന്നത് എന്ന് ഈ റോയി ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. സ്റ്റേ കാലാവധി കഴിഞ്ഞതോടു കൂടിയാണ് വീണ്ടും ഇതേ സംഘം വന്ന് പരിശോധന നടത്തുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് അനധികൃത സ്വത്ത് സമ്പാദനം, ഈ കണക്കിൽ പെടാത്ത സ്വത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇൻകം ടാക്സ് വകുപ്പ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഈ അന്വേഷണ സംഘം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് തേടുന്നുണ്ട്.